ബിനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ കൈ ഈ ലെവലാക്കി തന്നത് പുള്ളിയാണ്. അപ്പൊ ടെന്നീസ് എൽബോന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് നേരെയാക്കാൻ പറ്റുന്ന എനിക്ക് വിശ്വസിപ്പിച്ച് തന്ന എന്നിൽ തന്നെ പ്രൂഫ് ആക്കിയ ഒരാളാണ്. ഞങ്ങള് 2 വണ്ടിയായിട്ട് ഇറങ്ങണം. അവിടെ ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമായിരുന്നു. കുറച്ച് മുന്നേ പെരുമഴയായിരുന്നു. നാട്ടില് സെറ്റിൽ ആകുമ്പോ ഒരു കുതിരനെ കടിക്കണം. പിന്നെ എന്തേലും എണ്ണ ലഭിക്കാതെ വന്നാലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമല്ലോ. മെയിൻ എന്ന് നമ്മൾ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞ ഒരു വണ്ടിപ്രാന്തനെ വണ്ടി ഓടിപ്പിക്കാന്നുള്ളതായിരുന്നു. അതെന്തായാലും നടത്തി. ഹായ് ഗൈസ്, ഞാനും മേലത്തെ എൻ്റെ ഒരു ഫ്രണ്ട് രഞ്ജിത്തേട്ടനും മേലെ താമസിക്കുന്ന കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ബിനുവും കൂടി ഞങ്ങളൊരു ചെറിയ ഓഫ് റോഡിന് പോവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫോർച്യൂണറും പുള്ളിയുടെ ഫോർച്യൂണറും. പിന്നെ ബിനുവിനെ കുറിച്ച് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബിനു ഒരു ആരാണ്? ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. എൻ്റെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ പൊങ്ങിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ടെന്നീസ് എൽബോ ഇഷ്യൂ കാരണം വൻ പ്രശ്നമായിരുന്നു. ബിനുവാണ് എൻ്റെ കൈ ഇന്ന് ഈ സ്ട്രെങ്ത്തിലാക്കി തന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വിൻസെന്റ് വരും. ഇതാണ് രഞ്ജിതേരൻ, നമ്മുടെ അയൽവാസിയാണ്. അപ്പോൾ രഞ്ജിതേരൻ്റെ വണ്ടിയും എൻ്റെ വണ്ടിയും നമ്മളാണ് ഇപ്പോൾ ഓഫ് റോഡിന് പോകണം. അപ്പോൾ ബിനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കൈ ഈ ലെവലാക്കി തന്നത് പുള്ളിയാണ്. അപ്പോൾ ടെന്നീസ് എൽബോന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് നേരെയാക്കാൻ പറ്റുന്ന എനിക്ക് വിശ്വസിപ്പിച്ച് തന്ന എന്നിൽ തന്നെ പ്രൂഫ് ആക്കിയ ഒരാളാണ്. അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയണോ? അപ്പൊ നമുക്ക് പോലെ ഓക്കെ സ്വജകുട്ടി പോട്ടെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ചാവി എടുത്തിട്ടില്ല. ഞങ്ങള് 2 വണ്ടിയായിട്ട് ഇറങ്ങണം. അവിടെ ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമായിരുന്നു. കുറച്ച് മുന്നേ പെരുമഴയായിരുന്നു. ഇപ്പൊ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിനു വണ്ടി ഓടിക്കണോ? ഒന്ന് എടുത്താണേ, എന്നാ അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ഥലം എത്താറായി. സൺസെറ്റ് ആണ് കേട്ടോ. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചോണ്ടിരിക്കുന്നു. നമ്മൾ എത്തുമ്പോഴേക്ക് ഇരുട്ടായി പോകുന്നൊരു ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കി നോക്കാം. അപ്പൊ സമയം ഏകദേശം 5:40 ആയിട്ടോ. നോക്കി നോക്കാം. ആരില്ല റോഡിൽ. നമ്മൾ കുറച്ച് വണ്ടികളുണ്ട്, എന്നാലും വലിയ തിരക്കില്ല. ഇതാണ് ട്രീ ഓഫ് ലൈഫിലേക്ക് പോണ വഴി. ഇത് ബെറിലെ ഒരു ഒറ്റപ്പെട്ട മരം, ഒരു വലിയ മരം, കുറെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു മരമൊക്കെയാണ്. ഞാനൊക്കെ 2008 വന്ന കാലത്ത്. ബിനു പോയിട്ടുണ്ട് അവിടെ? ഞാൻ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ കുറെ കേട്ടിട്ടുണ്ട്. ബിനു കണ്ടിട്ടുണ്ടോ മരം? കണ്ടിട്ടില്ല. ആദ്യമായിട്ടാ? ആഹാ. അപ്പൊ ബിനു ട്രീ ഓഫ് ലൈഫ് ആദ്യമായിട്ടോ കാണാൻ. അപ്പൊ ഐസ്ക്രീം വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാരുണ്ട് ഇവിടെ. നാട്ടില് സെറ്റിൽ ആകുമ്പോ ഒരു കുതിരനെ കടിക്കണം. പിന്നെ എന്തേലും എണ്ണ ലഭിക്കാതെ വന്നാലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമല്ലോ. കുതിരേനെയും കഴുതേനെയും ഒട്ടകത്തിനെയും ഒക്കെ കടിക്കണം. അയ്യോ, ഇതാണ് ആ കാണുന്നുണ്ടോ ട്രീ ഓഫ് ലൈഫ്. ഒരുപാട് വട്ടം ഞങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ ക്ലബ്ബായിട്ടൊക്കെ ഡ്രൈവിനൊക്കെ സ്ഥിരം വരുന്ന ഒരു സ്ഥലമാണ്. ഇനി കുറച്ച് ബാക്കിൽ പോയാൽ നല്ല സോഫ്റ്റ് സാൻഡ്. അത്ഭുതം കേട്ടിട്ടുണ്ട്, മരുഭൂമിയിൽ വെള്ളം. അതെ, എക്സാക്ട്ലി. അതാണ് ഈ മരം. ഓക്കെ, നല്ല സൺസെറ്റ് ആട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, ആ കാണുന്നതാണ് കേട്ടോ ട്രീ ഓഫ് ലൈഫ്. കണ്ടില്ലേ? അതായത് ഇവിടെ ഒറ്റപ്പെട്ട ഒരു വലിയൊരു ആൽമരം പോലെ നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ വെള്ളം വറ്റിയ പുഴയിലൊക്കെ അല്ലേ കുറ്റിച്ചെടി, ആ സാധനമാണ് ബേസിൽ. ഇവിടെ നല്ല ജനുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. കുറെ പേര് ഇപ്പൊ ലീവൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കാഞ്ചന വണ്ടി നിർത്തി ഇതുവഴി കയറി മേലേക്ക് പോയി കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞങ്ങൾ ആ മരത്തിലൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ 2008 വന്ന കാലത്ത് ഒരുപാട് പേര് വന്ന് അല്ലേ ഫോട്ടോസ് ഒക്കെ എടുക്കണ കുറെ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? നമ്മുടെ ഓഫ് റോഡ് ട്രാക്ക് പിന്നെ അത് കാണിച്ചു കൊടുത്താൽ അങ്ങോട്ട് പോണ വഴിക്കാണ് നമ്മുടെ ഓഫ് റോഡ് ട്രാക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് ഓഫ് റോഡ് ചെയ്യാൻ പോണ സ്ഥലം കേട്ടോ. ഇത് ട്രീ ഓഫ് ലൈഫിന് അടുത്താണ്. ആ ഭാഗത്ത് ഈ റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല ലൂസ് മണ്ണുണ്ട്. നമുക്ക് വഴിക്കിട്ട് പോയിട്ടും ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ട്രാവൽ ചെയ്ത് പോയിട്ടും ഒക്കെ പോവാം. പോലെ ചേട്ടാ അത് പോലെ ലാസ്റ്റ്. ഓക്കെ, ഞങ്ങൾ പോകുമ്പോഴാണ് നമ്മൾ റെഡിയാണ്. ബിനുവിന് ഒന്ന് ഓഫ് റോഡ് അടിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് പോകുന്നത്. മഴ പെയ്തിട്ട് ട്രാക്കൊക്കെ ലേശം ഒന്ന് റിജിഡ് ആയിട്ടുണ്ട്. ആ വല്ലാത്ത ലൂസ് തോന്നുന്നില്ല കേട്ടോ. വണ്ടി നന്നായി ബൗൺസ് ആവുന്നുണ്ട്. കാരണം മഴ പെയ്തിട്ട് എല്ലാം ഒന്ന് ഒതുങ്ങിയ പോലെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് ബെറിലെ മഴയാണ്. നമ്മുടെ ബിനുവിന് ഒരു ആഗ്രഹമുണ്ട്. ബിനു ഓടിക്കാൻ മനസ്സില്ല, ധൈര്യമായിട്ട് ഓടിച്ചോ. ഞാൻ ജസ്റ്റ് ഡ്രൈവിംഗ് ഒന്നും ചെയ്യാല്ലേ, ഡ്രൈവിംഗ് ഗിയറിൽ മാത്രം മതി അത്. ഏട്ടോ ഇറക്കിക്കോ. ഇടൂ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ആക്കിയിട്ട് ഇനി വരട്ടെ. ബ്രേക്ക് ഔട്ട്, ഫുൾ ബ്രേക്ക് ഔട്ട്. ആദ്യം ബ്രേക്ക് ഔട്ടിക്കോ, ബ്രേക്ക് ചവിട്ട്. ഇനി ഒന്നുകൂടി താത്തി. അല്ല, ഒന്നുകൂടി മുമ്പിലേക്ക്, ഒന്ന് റൈറ്റിലേക്ക്. ഇനി ഒന്നും ചെയ്യണ്ട കേട്ടോ. നീ പതുക്കെ ആക്സിഡന്റ് കൊടുത്തോ. പോട്ടെ, ധൈര്യമായിട്ട് ഓടിച്ചോ.
ധൈര്യമായിട്ട് ഓടിച്ചോ, ഒന്ന് ഓടിച്ചിട്ട് വാ. തിരിച്ചോട്ടോ, കുറച്ച് പോയിട്ട് പതുക്കെ തിരിച്ചോ. ബിനുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഓഫ് റോഡ് വണ്ടി പറഞ്ഞാൽ. എപ്പോഴും ഞങ്ങൾ പരിചയപ്പെട്ട കാലം മുതൽ എന്നും പറയും ഭയങ്കര പേടിയുണ്ട് ഓടിക്കാൻ. പുള്ളി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഞാൻ പുള്ളിനെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ. ഏത് തുറക്കാമല്ലോ? ആ തുറക്കാം, ഞാൻ ഇട്ടിട്ടില്ലാന്നേ ഉള്ളൂ. മറ്റേത് സോളറിലാണ് മേലത്തെ ലൈറ്റ് കത്തുന്നത്. ബിന്നിനോടൊന്ന് എക്സ്പീരിയൻസ് വെച്ചോണേ എങ്ങനെ ഉണ്ട് ഓടിച്ചിട്ട്. ബിനു എങ്ങനെയുണ്ട്? എന്തേ ഓക്കെ അല്ലേ? നമ്മൾ പോയാലെന്നാ ഹാപ്പി അല്ലേ? ഓടിക്കാൻ ഓടിച്ചോട്ടോ. അത് ലേശം ഒന്ന് പൂന്തു. മെയിൻ ഒന്ന് നമ്മൾ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞ ഒരു വണ്ടിപ്രാന്തനെ വണ്ടി ഓടിപ്പിക്കാന്നുള്ളതായിരുന്നു. അതെന്തായാലും നടത്തി. ബിനു തീരെ താല്പര്യം കാണിക്കില്ല ഓടിക്കാൻ. ബിനു അതെ എങ്ങനെ തീരെ താല്പര്യം കാണിക്കാൻ? എനിക്ക് മണലില് ഒരു ചെറിയൊരു പൂണ്ട് പോവാന്നുള്ളത്. 4 വീലർ ആണല്ലേ, പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഹാപ്പി അല്ലേ? നമുക്ക് ഒന്നും കൂടി ഒരു ദിവസം വരാം, നമുക്ക് സെറ്റായിട്ട്. ഫുൾ ടീമുണ്ട്, എല്ലാവരും ദിവസം വരാം. ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഓഫ് റോഡ് പരിപാടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ബിനുവിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ബിനു, പറയൂ. നല്ലൊരു വേറിട്ട ഒരു അനുഭവമായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ്. വണ്ടി ഓടിച്ചപ്പോ എന്തോ തോന്നി? വണ്ടി ഓടിച്ചപ്പോ ഒരു എന്താ പറയാ ഇന്നത്തെ ഓഫ് റോഡ് പരിപാടി നിർത്തി നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളൊരു പമ്പിൽ പോയിട്ട് എണ്ണ അടിച്ചിട്ട് നേരെ പിരിയാനുള്ള പ്ലാനാണ്.